ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന മലൈക്കോട്ടെ വാലിബൻ നാളെ തിയേറ്ററിൽ എത്തുകയാണ്. നാടും നഗരവും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഒരു സിനിമയെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. റിലീസിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കുന്ന സമയത്ത് ഓരോ മണിക്കൂറിലും 2500 മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ടായി പോകുന്നത്. ഇതിനോടകം തന്നെ 1.25 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ ഇതുവരെയും സോൾഡ് ഔട്ടായി പോയിരിക്കുന്നത്. സിനിമയ്ക്ക് തരക്കേടില്ലാത്ത രീതിയിലുള്ള പ്രീ സെയിൽ ബിസിനസ് നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ ഒരു വലിയ ക്യാൻവാസിൽ ഒരു സിനിമ വരുന്നു. അതുകൊണ്ട് തന്നെ മാസ് എലമെൻസ് എല്ലാം കൂടുതൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ആരാധകർക്കുണ്ട്. സാധാരണ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ഈ ഒരു സിനിമയെ സമീപിച്ചിരിക്കുന്നത്. 5 ഭാഷയിലായിട്ട് പാൻ ഇന്ത്യ റിലീസായിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. നല്ല സെറ്റും കാര്യങ്ങളും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റിനെല്ലാം ഫ്രെയിമിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ സീനും ചിത്രത്തിൻ്റെതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 95% പോർഷൻസും കേരളത്തിന് പുറത്താണ് ചിത്രത്തിൻ്റെതായിട്ട് ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോട് കൂടെയാണ് മോഹൻലാൽ ആരാധകർ ഈ ഒരു ചിത്രത്തെ നോക്കിക്കാണുന്നത്. കാരണം മലക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രം തീർത്ത നിരാശ ഇതിലൂടെ മോഹൻലാൽ തീർക്കും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. ഈ ഒരു ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിക്കും. അത്തരത്തിലുള്ള ഒരു മികച്ച ഹൈപ്പ് ഈ ഒരു സിനിമക്കുണ്ട്. ലിജോയുടെ സിനിമ ആയതിനാൽ തിയേറ്ററിൽ എങ്ങനെയാണ് ഓഡിയൻസ് ഈ ഒരു സിനിമയെ സ്വീകരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പറയാൻ പറ്റുന്നത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിലേക്ക് ആളെത്തിക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ആദ്യ ദിവസങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഫാൻസ് ഷോ ഉൾപ്പെടെ എല്ലാ ഷോകളും നാളെ രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരൊക്കെ ഈ ഒരു സിനിമ നാളെ തിയേറ്ററിൽ പോയി കാണുന്നു, എവിടെ കാണുന്നു, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ.